ഹലോ ഗൈസ്, നമുക്കിന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വെച്ച ഒരു സിമ്പിൾ ആൻഡ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്കെൻ്റെ റെസിപ്പി കണ്ടിട്ട് തരാമേ. ആദ്യമായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചു, ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ശേഷം അതിനകത്ത് മസാലക്കൂട്ടുകളെല്ലാം ചേർത്തു. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടി, ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇതൊന്നും ആഡ് ചെയ്യുകയാണ്. അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചക്കുത്ത് മണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം 1 മണിക്കൂർ മുൻപ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇടുകയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇവ മൂന്നും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അത് കറിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മസാലക്കൂട്ട് വീണ്ടും ചേർത്തു. അതിനുശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബസ്മതി റൈസ്, കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം പാൻ കത്തിച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്തു. ആ എണ്ണയിൽ തന്നെ നമ്മൾ സവോളയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ബിരിയാണി പോട്ടിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ കറിയായിട്ടുണ്ടായിരുന്നത് അത് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വെന്ത് വന്ന റൈസ് അതും ചേർത്ത് കൊടുത്തു. ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്തു. അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ വറുത്ത് വെച്ചിരുന്ന സവോളയും വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വേകാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ, അപ്പോൾ ഒരു 3 പേരുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ദമ്മ് നമ്മൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ദം പൊട്ടിച്ച് നമ്മളതെല്ലാം ഇളക്കി യോജിപ്പിച്ചു. ശേഷം നമ്മൾ ഫുഡ് വിളമ്പുമായിരുന്നു. ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു. ചേച്ചിയുടെ ഫാദറിലോയും അമ്മയുടെ ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ച്, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. ശേഷം ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ഉണ്ടായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന. ഒരു 3 പേരും കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട് നീതുവിൻ്റെ ബ്രദറായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് ഫോട്ടോ. ശേഷം കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സെലിബ്രേഷൻ